ഞാൻ അവന്റെ അമ്മയല്ലാന്ന് അറിഞ്ഞിട്ടും അവനിപ്പോ സുഖമായിട്ട് കിടന്നുറങ്ങുമായിരിക്കും അല്ലേ? അതിനൊരു സാധ്യതയുമില്ല. ഇന്നെന്നല്ലേ, ഇനി ആന്റി ഈ കാര്യം തിരുത്തി പറയുന്നത് വരെ ഇന്ദ്രന് ഉറങ്ങാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആന്റി, ആന്റിക്ക് ജയിച്ചു നിൽക്കാൻ വാശിക്ക് ഓരോന്നിങ്ങനെ വിളിച്ചു പറഞ്ഞാൽ മതി. അതിൻ്റെയൊക്കെ പേരില് മറ്റുള്ളവർ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമെന്ന് ഒന്ന് ചിന്തിക്കാത്തതെന്താ? ഇന്ദ്രനെ അവനാകെ ടെൻഷനായി കാണുമെന്നുള്ള കാര്യം ഉറപ്പാ. ആന്റി അത് വെറുതെ പറഞ്ഞതാണെന്ന് എല്ലാവർക്കും അറിയാവുന്നോണ്ട് എല്ലാവരും ചുറ്റും നിന്ന് ഇന്ദ്രനെ ആശ്വസിപ്പിക്കുന്നതേ ആന്റിയുടെ കുറ്റം പറഞ്ഞിട്ട് തന്നെയായിരിക്കും. ദേ, അതെല്ലാം കേട്ട് ഇന്ദ്രന്റെ മനസ്സ് മാറുന്നതിന് മുമ്പ് ആന്റി ഇന്ദ്രനെ കണ്ടൊന്ന് സംസാരിക്കും. എന്നിട്ടേ ഇന്ദ്രൻ ആന്റിയുടെ മകനാണെന്നൊന്ന് പറ. അങ്ങനെ ആരെങ്കിലും എന്റെ കുറ്റങ്ങൾ പറഞ്ഞ അവന്റെ മനസ്സ് മാറുന്നെങ്കിൽ അങ്ങ് മാറട്ടെ. അവനെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ഞാനൊന്നും ചെന്ന് പറയുമെന്ന് ആരും വിചാരിക്കണ്ട. ആന്റി, ആന്റി വെറുതെ വാശി പിടിക്കണ്ട. ഞാൻ പറഞ്ഞില്ലേ, ഇന്ദ്രൻ അകന്ന പിന്നെ ആന്റിക്ക് നിലനിൽപ്പില്ലാതെയാകും. അതുകൊണ്ട് ആന്റിക്ക് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇന്ദ്രന് അവന്റെ അമ്മയായിട്ട് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ അവൻ നേരിട്ട് വന്ന് എന്നോട് സംസാരിക്കട്ടെ. സത്യം എന്താണെന്ന് എന്നോട് അവൻ വന്ന് ചോദിക്കട്ടെ. അപ്പൊ ഞാൻ പറയാം. അല്ലാതെ അങ്ങോട്ട് ചെന്ന് അവനെ ആശ്വസിപ്പിക്കാനൊന്നും ഞാനില്ല. എന്നെ കൊണ്ട് ഇതിന് പറ്റില്ല. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞതേ ആന്റിയുടെ നന്മയെ കരുതിയേ. അത് മനസ്സിലാക്കി വേണ്ട രീതിയിൽ പെരുമാറേണ്ടത് ആന്റിയെ. വാശി കൊണ്ട് ആരും ഒന്നും നേടിയിട്ടില്ല. വെറുതെ ഈഗോയും കൊണ്ടിരുന്ന കാൽച്ചുവട്ടിലെ മണ്ണ് ഒലിച്ചു പോകുന്നതറിയില്ല. കിടക്കാം. ആ ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്തേക്ക്.